നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ധൃതരാഷ്ട്രനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ശകുനി സംസാരിക്കുകയാണ്. ധൃതരാഷ്ട്രൻ പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു വിപത്തുണ്ടാവില്ല. ഉണ്ടാകാതിരിക്കാനുള്ള കാരണം പറയുകയാണ്. ധർമ്മജ്ഞ പാണ്ഡവോ ജ്യേഷ്ഠ പ്രതിജ്ഞാതം ച സംസദി തേന 12 വർഷാണി വസ്തവ്യാനീതി ഭാരത. അല്ലയോ മഹാരാജാവേ, യുധിഷ്ഠിരനുണ്ടല്ലോ, പാണ്ഡവരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ജ്യേഷ്ഠനായിട്ടുള്ളയാൾ, അദ്ദേഹം ധർമ്മജ്ഞനാണ്. നോക്കണം, അദ്ദേഹത്തിന്റെ ഗുണമാ അത്. ആ ഗുണത്തെ ഈ ആസുരീ സമ്പന്നന്മാർ അവരുടെ ലൗകിക വിജയത്തിനുള്ള ഒരു അവസരമായിട്ട് വിനിയോഗിക്കുകയാണ്. അതാണ് ഗുണം. മറ്റുള്ളവരുടെ സദ്ഗുണത്തെ പോലും ഇവര് അവരുടെ നേട്ടത്തിന് ആയുധമാക്കി തീർക്കും. അദ്ദേഹം ധർമ്മജ്ഞനാണ്. അദ്ദേഹം പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ജ്യേഷ്ഠനുമാണ്. ജ്യേഷ്ഠനായതുകൊണ്ട് അദ്ദേഹം പറയുന്നതേ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അദ്ദേഹം പറയാത്തത് മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. മറ്റു 4 പേരും ഇനി എന്തൊക്കെ ചിന്തിച്ചാലും എന്തൊക്കെ പദ്ധതി ഇട്ടാലും അതൊന്നും വെളിയിൽ പറയാൻ പോലും പറ്റൂല. യുധിഷ്ഠിരൻ സമ്മതിക്കാതെ കണ്ടു. അപ്പോ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. യുധിഷ്ഠിരൻ ധർമ്മജ്ഞനാണ്. അദ്ദേഹം ഒരു സാഹചര്യത്തിലും നമ്മെ ആക്രമിക്കില്ല, നമ്മെ നശിപ്പിക്കില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ സഭയിൽ വെച്ചിട്ട് അന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തല്ലോ, എന്താ 12 വർഷം കാട്ടിൽ വസിക്കും എന്ന്. അതിനെ അദ്ദേഹം ഒരിക്കലും മാറ്റം വരുത്തൂല. ഇപ്പോ നമ്മളോട് യുദ്ധം ചെയ്ത് നമ്മളെ തകർത്ത് കളഞ്ഞാല് അദ്ദേഹം അവിടെ നിന്നിട്ട് ഹസ്തിനാപുരത്തേക്ക് വരേണ്ടി വരും, ജയിച്ച രാജ്യം ഭരിക്കാൻ. അപ്പോ അദ്ദേഹത്തിന് 12 വർഷം തികയ്ക്കാൻ പറ്റൂല. അപ്പോ യുധിഷ്ഠിരൻ ആ നിലയിലെങ്കിലും പ്രതിജ്ഞ ലംഘിച്ചവനായി തീരും. കള്ളം പറയൂല. അദ്ദേഹം ധർമ്മജ്ഞനാണ്, കള്ളം പ്രവർത്തിക്കൂല. 12 വർഷത്തെ കാനനവാസം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അദ്ദേഹം 12 വർഷവും അവിടെ തികച്ചിരിക്കും. അതുകൊണ്ട് അതിനിടയ്ക്ക് 12 വർഷം തികയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരിക്കലും വില്ലുയർത്തുകയില്ല. അനുജന്മാരെ യുദ്ധം ചെയ്യാൻ, നമ്മോട് യുദ്ധം ചെയ്യാൻ അനുവദിക്കുകയുമില്ല. അത് നമുക്ക് സുരക്ഷയാണ്. യുധിഷ്ഠിരന്റെ സദ്ഗുണം നമുക്ക് സുരക്ഷയാണ്. അനുവൃത്താശ്ചതേ സർവേ പാണ്ഡവാ ധർമ്മചാരിണാഃ. ഈ പാണ്ഡവന്മാര്, അനുജന്മാര്, ഈ യുധിഷ്ഠിരന്റെ സഹോദരങ്ങള് ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, അവര് ധർമ്മജ്ഞന്മാരാണ്. നോക്കണം, അവരുടെയും സദ്ഗുണം അത് നമുക്ക് പറ്റിയ ആയുധ. അവരിപ്പോ ചാടി നമ്മോട് യുദ്ധത്തിന് വരില്ല. അവര് ധർമ്മജ്ഞന്മാരാണ്. പോരാത്തതിന് അവരെല്ലാം യുധിഷ്ഠിരന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ്. യുധിഷ്ഠിരൻ അനങ്ങാതെ, യുധിഷ്ഠിരൻ അനുവദിക്കാതെ അവര് തെല്ലുപോലും ചലിക്കില്ല. യുധിഷ്ഠിരനാണെങ്കിലോ യുധിഷ്ഠിരസ്തു കൗന്ദേയോ നനഃ കോപം കരിഷ്യതി. കുന്തിപുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ നമ്മുടെ നേരെ കോപിക്കുകയില്ല. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഇനിയോ, അപ്പോ അദ്ദേഹം നമ്മളെ ആക്രമിക്കും എന്നുള്ള ഭയം വേണ്ട. ഞങ്ങള് ഒരിക്കലും അവരോട് ലേളയ്ക്ക് പോവില്ല. മൃഗയാം ചൈവ നോ ഗന്ധും ഇച്ഛാ സംവർത്തതേ ഭൃശം. മൃഗയ നടത്താൻ, വേട്ടയാടാൻ ഞങ്ങൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. അത് കടുത്തതായ ആഗ്രഹമാണ്. അതോടൊപ്പം അവിടെ ആ ഘോഷകളിൽ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥകൾ അറിയാനും അവിടുത്തെ കണക്കുകൾ എടുക്കാനും വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ പോണേ. ഇത് രണ്ടുമേ ഞങ്ങൾ ചെയ്യൂ. ഇതിൽ മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ.
വേറെ യാതൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പാണ്ഡവരുടെ മുന്നിൽ ചെല്ലുകയേയില്ല. നചാനാര്യ സമാചാര കശ്ചിത് തത്ര ഭവിഷ്യതി. അതിനാൽ അനാര്യമായ അയോഗ്യമായ ഒരു പ്രവൃത്തിയും അവിടെ ദ്വൈതവനത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഞങ്ങളും പാണ്ഡവന്മാരും തമ്മിലായിട്ട് ഉണ്ടാവുകയേയില്ല എന്ന് അല്ലയോ മഹാരാജാവേ, ഞങ്ങളിതാ അങ്ങയോട് ഉറപ്പായിട്ട് അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ആഗ്രഹം നിറവേറ്റാൻ ഒന്ന് ഘോഷകളിൽ ചെല്ലുക, അവിടുത്തെ കണക്കെടുക്കുക, 2 മൃഗയ ആ ആനന്ദം ഭുജിക്കുക, അതിന് അങ്ങ് അനുവദിക്കണം എന്ന് ശകുനി കാര്യകാരണ സഹിതം വിശദമായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉറപ്പ് പറഞ്ഞതുകൊണ്ട് അവസാനം പുത്രനോടുള്ള വാത്സല്യ അതിരേകം ധൃതരാഷ്ട്രനെ ഈ പ്രാർത്ഥന മാനിക്കാൻ അനുവദിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ധൃതരാഷ്ട്രൻ സമ്മതിച്ചു. അങ്ങനെ ദുര്യോധനൻ അവിടെ നിന്നിട്ട് തൻ്റെ കൂട്ടുകാരനായ കർണനോടും അനുജനായ ദുശാസനോടും അമ്മാവനായ ശകുനിയോടുമൊപ്പം അവരെല്ലാവരും അനുജന്മാരെല്ലാവരെയും കൂട്ടി, എല്ലാവരും അവരുടെ പത്നിമാരെയും കൂട്ടി, എല്ലാ ബന്ധുജനങ്ങളോടൊപ്പം നാട്ടുകാരോടൊപ്പം കുറെ നാട്ടുകാരും അവരുടെ കൂടെ കൂടി വലിയൊരു സൈന്യത്തോടൊപ്പം എല്ലാ ആർഭാടങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് ദ്വൈതവനത്തിലേക്ക്, എന്തിനാ, അവരുടെ ഉള്ളിലിരിക്കുന്ന ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി. ആ അജണ്ടയെല്ലാം നമ്മൾ നേരത്തെ കേട്ടു. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ദ്വൈതവനത്തിലേക്ക് പുറപ്പെട്ടു എന്ന് നമുക്ക് ഇവിടെ കേൾക്കാനായി സാധിക്കും. ദ്വൈതവനത്തിൽ ചേർന്നതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ദൈവീ സമ്പത്ത് വിശദീകരിച്ചപ്പോഴേക്കും കണ്ടതാണ്. ഇന്നത് ചുരുക്കി ഒന്ന് സൂചിപ്പിച്ചതുമാണ്. ഇങ്ങനെ അരുതാത്ത പ്രവർത്തികൾ, സദാചാരമേത് ദുരാചാരമേത് എന്നുള്ള വീണ്ടു വിചാരമില്ലാതെ ഈ അസുരീ സമ്പന്നന്മാര് നിരന്തരം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നശൗചം നാപിച്ചാചാരോ. അവർക്ക് ശൗചമില്ല, മനഃശുദ്ധിയില്ല, അവർക്ക് ആചാരശുദ്ധിയുമില്ല. അനാചാരങ്ങൾ മാത്രമേ ചെയ്യൂ. കാരണം അവരെ പ്രവർത്തിപ്പിക്കുന്നത് അവരുടെ ദംഭം, ദേഷം തുടങ്ങിയതായ വികാരങ്ങളാണ്. ഇത് ആസുരീ സമ്പത്താണ്. നമുക്ക് തുടർന്ന് ഇനി സത്യം തേഷു വിദ്യതേ. അവർക്ക് ഈ ആസുരി സമ്പന്നന്മാർക്ക് സത്യവുമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിൽ തന്നെ അതും പറഞ്ഞു വെക്കുന്നു. ആസുരി സമ്പത്തിന്റെ പ്രത്യേകതകൾ ഇതേ പ്രകാരത്തിൽ അനേകമുണ്ട്. അതെല്ലാം നമ്മൾ തുടർന്ന് കേൾക്കും. നമുക്ക് ആസുരി സമ്പന്നന്മാർക്ക് സത്യമില്ല എന്നുള്ളതിന്റെ തെളിവ് അതിവിടെ നമ്മൾ കണ്ടു. ഈ കൂട്ടുകാരുടെ ദുര്യോധനാദികളുടെ പ്ലാൻ എന്താണ്? മഹാരാജാവിനോട് എന്താ പറഞ്ഞ്, നാട്ടുകാരെ എന്താണ് ധരിപ്പിച്ച്, ഞങ്ങള് ഘോഷയാത്രയ്ക്ക് പോകുന്നു, ഘോഷങ്ങളിലേക്കാണ് യാത്ര, പാണ്ഡവരുടെ സമീപത്തേക്കല്ല യാത്ര. അങ്ങനെ ഉള്ളിലെ ചിന്ത ഒന്ന്, പ്ലാൻ ഒന്ന്, വെളിയിൽ പറയുന്നത് വേറൊന്ന്, പ്രവർത്തിപ്പിക്കുന്നത് ഉള്ളിലെ ഇഷ്ടത്തിനനുസരിച്ച്. അങ്ങനെ സത്യമില്ല എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട. ധൃതരാഷ്ട്രനോട് പറഞ്ഞതും മുഴുവൻ കള്ളമാണ്, സത്യം അവർക്ക് തെല്ലുമില്ല. ധൃതരാഷ്ട്രനും അത് തന്നെ സ്വഭാവം. ഇനി സത്യമില്ല എന്നുള്ളതിന് വലിയൊരു തെളിവ് നമ്മൾ ഇനി അടുത്തത് കാണും. ആ സത്യ സ്വരൂപത്തിന്റെ ആ അവസ്ഥ, മാനസികമായ അവസ്ഥ നേരിട്ട് കാണാം. അത് മറ്റന്നാൾ നമുക്ക് ചർച്ച ചെയ്യാം. നാളെ ശ്രീരാമനവമിയാണ്. ചേങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൽ വളരെയേറെ വിശേഷമാണ്. അപ്പോൾ അതിൽ സംബന്ധിക്കണം. അതുകൊണ്ട് നാളെ രാത്രി 8:30 നമ്മുടെ ഈ ചർച്ചാ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ തിങ്കളാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടാം. 7-ാം തീയതി രാത്രി 8:30 ഒരുമിച്ച് കൂടാം. നമുക്ക് ഈ ഗീതാ ഭാരത ചർച്ച തുടർന്ന് നടത്താം. അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ
എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപങ്കജങ്ങളിൽ, ഭഗവാൻ വേദവ്യാസന്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.